നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെർപ്പളശ്ശേരി നഗരസഭയിൽ പുതുമുഖങ്ങളെ അണിനിരത്തി ഭരണം നിലനിർത്താൻ CPM. കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്നും വീണ്ടും മത്സര രംഗത്തുള്ളത് 3 പേർ. സ്ഥാനാർത്ഥികളെ 14-ന് ചേരുന്ന LDF മുനിസിപ്പൽ കൺവെൻഷനിൽ പ്രഖ്യാപിക്കും. അലനല്ലൂർ കാട്ടുകുളം മില്ലുംപടി ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ. സ്ഥലത്ത് കൃത്യമായ പരിശോധന നടത്തണമെന്ന ലീഗ് നേതാവ് റഷീദ് ആലായൻ. കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിക്കാതെ വനം വകുപ്പ്. ഡോക്ടർ ചമഞ്ഞ് 45 ലക്ഷം രൂപ തട്ടിയ കേസ്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ സ്വദേശി മുബീന അറസ്റ്റിൽ. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. പട്ടാമ്പിയിൽ യുവാവ് ട്രെയിനിനടിയിൽപ്പെട്ട് മരിച്ചു. ഉത്തർപ്രദേശ് സ്വദേശി ഇക്ബാൽ ഖാനാണ് മരിച്ചത്. അപകടം ഭാര്യയെയും മകനെയും യാത്രയാക്കി ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ. ഷൊർണൂർ ഉപജില്ലാ കലോത്സവം മാരായമംഗലത്ത് തുടരുന്നു. 2ാം ദിവസവും നടന മനോഹരം. കലയുടെ നിറച്ചാർത്ത് സമ്മാനിച്ച് പട്ടാമ്പി ഉപജില്ലാ കലോത്സവം കൊപ്പത്ത് 3 നാൾ പിന്നിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. ചെർപ്പളശ്ശേരി നഗരസഭയിൽ പുതുമുഖങ്ങളെ അണിനിരത്തി ഭരണം നിലനിർത്താൻ CPM. കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്നുള്ള 3 പേർ മാത്രമാണ് CPMൽ നിന്ന് ഇത്തവണ മത്സര രംഗത്തുള്ളതെന്നാണ് വിവരം. സ്ഥാനാർത്ഥികളെ 14-ന് ചേരുന്ന LDF മുനിസിപ്പൽ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചേക്കും. ചെർപ്പളശ്ശേരി നഗരസഭയിൽ ഭരണത്തുടർച്ച ലക്ഷ്യമിട്ട് തിരഞ്ഞെടുപ്പ് പോരിനിറങ്ങുന്ന CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് കൂടുതലും പുതുമുഖങ്ങൾ. കഴിഞ്ഞ കൗൺസിലിലെ 3 പേർ മാത്രമാണ് CPMൽ നിന്ന് ഇത്തവണ വീണ്ടും മത്സര രംഗത്തുള്ളതെന്നാണ് വിവരം. കഴിഞ്ഞ കൗൺസിലിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP ഷമീജ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT സാദിഖ് ഹുസൈൻ, ഇടത് സ്വതന്ത്രനായി മത്സരിച്ച PK നൌഷാദ് എന്നിവരാണ് ഇത്തവണയും സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. ബാക്കിയുള്ളവരെല്ലാം പുതുമുഖങ്ങളാണ്. മത്സരരംഗത്ത് പുതുമുഖങ്ങളാണെങ്കിലും ദീർഘകാലമായി പാർട്ടിയുടെ അമരക്കാരായവരും സ്ഥാനാർത്ഥികളായി എത്തുന്നുണ്ട്. മുൻ ലോക്കൽ സെക്രട്ടറി C ജയകൃഷ്ണൻ വാർഡ് 26 കാവുവട്ടത്ത് മത്സരിക്കുമെന്നാണ് വിവരം. C അനന്തനാരായണൻ, MR രാജേഷ്, സച്ചിദാനന്ദൻ തുടങ്ങിയവരുടെ പേരുകളും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട്. 2015-ൽ നഗരസഭാ ഭരണസമിതിയിലുണ്ടായിരുന്നവരിൽ ചിലർ വനിതകളുടെ നിരയിലും മത്സരരംഗത്തുള്ളതായാണ് വിവരം. 33 വാർഡുകളിൽ 30 വാർഡുകളിൽ CPMും 3 വാർഡുകളിൽ CPIയുമാണ് മത്സരിക്കുന്നത്. വാർഡ് 15, 17, 19 എന്നിവിടങ്ങളിലാണ് CPI മത്സരിക്കുക. CPIയിൽ നിന്നും കഴിഞ്ഞ കൗൺസിൽ അംഗമായ P വിഷ്ണുവും ഇത്തവണ മത്സരരംഗത്തുണ്ട്. വാർഡ് 19-ലാണ് വിഷ്ണു മത്സരിക്കുക എന്നാണ് വിവരം. 14-ന് ചേരുന്ന LDF മുനിസിപ്പൽ കൺവെൻഷനിൽ ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. അലനല്ലൂർ കാട്ടുകുളം മില്ലുംപടി ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ മലയോര ഹൈവേ മുറിച്ചു കടന്ന് കൊമ്പക്കൽക്കുന്ന് ഭാഗത്തേക്കാണ് പുലി പോയതെന്ന് ദൃക്സാക്ഷി വട്ടത്തൊടി യൂസഫ് പറഞ്ഞു. സ്ഥലത്ത് കൃത്യമായ പരിശോധന നടത്തണമെന്ന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ ആവശ്യപ്പെട്ടു. എന്നാൽ കണ്ടത് പുലിയാണെന്ന് ഉറപ്പിക്കത്തക്ക വിധമുള്ള തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്ന് വനം വകുപ്പ്. മാഫിയാക്കുവിന്റെ മുന്നിൽ പുലിയാണ് ചാടി. ഞങ്ങൾ ശക്തമായി തരുന്നുണ്ട്, കിട്ടിയിട്ടില്ല. എന്താ മാഫിയാക്ക് എന്താ പൂച്ചനറിയില്ലേ? ഇവിടുത്തെ ചാടിയ പുലിയാണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. സാപ്പി അങ്ങോട്ട് അടുത്തേക്ക് വാ. അകാ പുലി തന്നെയാണ്, പുലി തന്നെ. അലനല്ലൂർ ഭാഗത്തു നിന്നും അരിയക്കുണ്ടിലേക്ക് വാഹനത്തിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് കാട്ടുകുളം മില്ലുംപടി ജംഗ്ഷനിൽ നിന്നും മലയോര ഹൈവേ മുറച്ചു കടന്ന് പുലി കൊമ്പാക്കൽക്കുന്ന് ഭാഗത്തേക്ക് പോകുന്നതായി കണ്ടതെന്ന് യൂസഫ് പറഞ്ഞു. വാഹനത്തിന്റെ വെളിച്ചത്തിൽ പുലിയെ കൃത്യമായി കണ്ടെന്നും യൂസഫ് പറയുന്നു. 10:30 മണിക്കാണ് രാത്രി വണ്ടി കൊണ്ട് വർക്ക്ഷോപ്പിൽ നിന്ന് പോരുന്ന സമയത്തെ ഇവിടെ ഇങ്ങോട്ട് നമ്മളെ ഇവിടേക്കുള്ള ഈ റോഡിന് തിരിയാൻ നിൽക്കുമ്പോഴാണ് മുന്നിൽ ഒരു 30 മീറ്റർ അപ്പുറത്താണ് പുലി. ആ സ്ലാബുമൊക്കെ കൈ വെച്ചുകാണ്ട് ഇങ്ങനെ നിന്ന് റോട്ടിക്കണ് ചാടി അങ്ങനെ ആ പൊന്തക്കാട്ടിക്കാണ് ചാടി പോവാണ്ടായത്. പിന്നെ ഇപ്പോൾ ഇത് പുറകുന്നോ അല്ലെങ്കിൽ ഒരു സൈഡിന്നോ അല്ല, ശരിക്കും നീളത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കറക്റ്റ് പുലിനെ ശരിക്കും കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ എല്ലാവരും വിളിച്ചറിയിച്ചതും ഇന്ന് രാവിലത്തെ റബ്ബർ വെട്ട് തൊഴിലാളികളെ പിന്നെ പോകണ്ടെന്ന് പറഞ്ഞ് മുടക്കിയതും മദ്രസിലെ കുട്ടികൾ പോകാൻ വേണ്ടിയിട്ട് അവരോട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നലെ ഞാൻ അപ്പോൾ പിന്നെ കുറേ ചെറുക്കന്മാർ ഇവരൊക്കെ കൂടി ഫോറസ്റ്റ് ഇവരൊക്കെ വന്നു തെരച്ചിലൊക്കെ നടത്തിയിട്ടും കണ്ടിട്ടും ഇതായിട്ടും അതിൻ്റെ ഒരു ഇതും കിട്ടിയിട്ടൊന്നുമില്ല. കാൽപ്പാടോ കാര്യങ്ങളോ കണ്ടിട്ടൊന്നുമില്ല. ഈ ഉണങ്ങിയ സ്ഥലത്തല്ലേ, അതുകൊണ്ടായിരിക്കും എന്ന് കരുതുന്നുണ്ട്. ഉടൻ സമീപത്തുണ്ടായിരുന്ന യുവാക്കളെ വിവരം അറിയിച്ചു. ഇവർ ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താനായില്ല.
റോഡ് പണി നടക്കുന്നതിനാൽ കൃത്യമായ കാൽപ്പാടുകളും തെളിഞ്ഞില്ല. വനംവകുപ്പ് അധികൃതരെയും വിവരമറിയിച്ചിരുന്നു. സമീപത്ത് റബ്ബർ ടാപ്പിംഗ് നടത്തുന്നവരോട് പുലർച്ചെ വരരുതെന്നും മദ്രസ വിദ്യാർത്ഥികളെ തനിച്ച് വിടരുതെന്നും നാട്ടുകാർ അറിയിച്ചിരുന്നു. പ്രദേശത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും വനപ്രദേശമില്ല. പുലി എങ്ങനെ ഇവിടെ എത്തി, എങ്ങോട്ട് പോയി എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. വനംവകുപ്പ് കൃത്യമായ പരിശോധന നടത്തണം. അത് പുലിയല്ല പൂച്ചയാണെന്ന് പറഞ്ഞ് എല്ലായിടത്തു നിന്നും തടി തപ്പുന്ന സ്ഥിരം രീതി ഇവിടെ നടപ്പാകില്ലെന്ന് മുസ്ലിം ലീഗ് മണ്ണാർക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ പറഞ്ഞു. കൃത്യമായി RRT ടീമിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ അവർ വന്നു പോയി എന്നല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പരിശോധനയും നടത്തിയിട്ടില്ല. RRT ടീം ഏതാനും സമയത്തിനുള്ളിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശക്തമായ പരിശോധന ഉണ്ടാകണം. മുൻകാലങ്ങളിലൊരു പരിചയം ഇത്തരത്തിലുള്ള പുലികളുടെയോ വന്യമൃഗങ്ങളുടെയോ സാന്നിധ്യമുണ്ട് എന്ന് ജനം പറഞ്ഞാൽ അത് വനപാലകർ അംഗീകരിക്കാത്ത ഒരു ചുറ്റുപാടുണ്ട്. വനപാലകർ അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് സുരക്ഷിതത്വം നൽകാനുള്ള ആവശ്യമായ ക്രമീകരണം നടത്തണം. ആ ക്രമീകരണവും ജോലിയും അത് വലിയൊരു ഭാരമായി കണ്ടുകൊണ്ട് വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ആരെങ്കിലും പറഞ്ഞാൽ അത് പുലിയല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല അനുഭവങ്ങളുമുണ്ട്. ഈ വിഷയത്തിൽ അത് ഉണ്ടാകരുത്. കൃത്യമായ ഇടപെടൽ വനപാലകരുടെ ഭാഗത്തുനിന്നില്ല എങ്കിൽ അതിന് ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ടൗൺ പ്രദേശത്ത് പോലും വന്യജീവികളെ ഭയന്ന് കഴിയേണ്ട സാഹചര്യമായിട്ടുണ്ട് ഇവിടെ. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. പുലിയാണെന്ന് ഉറപ്പിക്കത്തക്ക വിധത്തിലുള്ള തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്ന് ഇവർ അറിയിച്ചു. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത് മൊബൈൽ ഫോൺ വാങ്ങി തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ യുവാവിന് മർദ്ദനം. കേസിൽ സ്ഥാപനം ജീവനക്കാരൻ വാണിയംകുളം പള്ളിയാലിൽ വീട്ടിൽ അനൂപ് അറസ്റ്റിലായി. വാണിയംകുളം പനയൂർ നെടുങ്കണ്ടം വീട്ടിൽ ഷെരീഫിനെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ്. ഞായറാഴ്ച രാത്രി 11ഓടെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിക്ക് സമീപമായിരുന്നു അക്രമ സംഭവം. ഷെരീഫ് സ്വകാര്യ പണമിടപാട് സ്ഥാപനം വഴി EMI വ്യവസ്ഥയിൽ ഐഫോൺ വാങ്ങിയിരുന്നു. പണം ആവശ്യപ്പെട്ട് ഷെരീഫ് ഇല്ലാത്ത സമയത്ത് അനൂപ് പനയൂരിലെ വീട്ടിൽ പോയി. അവിടെ വെച്ച് ഉമ്മയുടെ ഫോൺ വഴി ഷെരീഫിനെ ബന്ധപ്പെട്ടു. ഇതിനിടെ വാക്കുതർക്കമായി. ഇതേ തുടർന്ന് രാത്രിയോടെ ഷെരീഫ് അനൂപിനെ വാണിയംകുളത്തേക്ക് വിളിച്ചു വരുത്തി. വീണ്ടും തർക്കമായി. ഇതിനിടെ അനൂപ് ഷെരീഫിനെ തലയ്ക്കടിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. തലയ്ക്കും താടിയലിനും ഗുരുതരമായി പരിക്കേറ്റ ഷെരീഫിനെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്നും ബാറുകൾ തുറക്കില്ലെന്നും ഉറപ്പുതന്ന് അധികാരത്തിലേറി ഭരണത്തിൽ തുടർന്ന LDF സർക്കാർ തിരുത്തണമെന്നാവശ്യപ്പെട്ട് കേരള മദ്യ നിരോധന സമിതി മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് ഇടപെടൽ വാഹനജാഥയ്ക്ക് പെരിന്തൽമണ്ണ താലൂക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ആനമങ്ങാട് നടന്ന സ്വീകരണ പരിപാടി ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു. മദ്യനയവുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നവംബർ 8-ന് നിലമ്പൂരിൽ നിന്നാണ് മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് ഇടപെടൽ വാഹനജാഥ ആരംഭിച്ചത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന മദ്യനിരോധനാധികാരം പുനഃസ്ഥാപിക്കുക, ഇളം തലമുറ ലഹരികളിൽ പെടാതിരിക്കാൻ LP തലം മുതൽ പാഠപുസ്തകങ്ങളിൽ ലഹരിവിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളും ജാഥയിൽ ഉയർത്തുന്നുണ്ട്. ജാഥയ്ക്ക് പെരിന്തൽമണ്ണ താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ആനമങ്ങാട് നൽകിയ സ്വീകരണ പരിപാടി ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ഉദ്ഘാടനം ചെയ്തു. എല്ലാ തിന്മയുടെയും താക്കോലാണ് മദ്യപാനം എന്നാണ്. ഖമറ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം മൂടി എന്നുള്ളതാണ്. ഖംറ് മദ്യം, മൂടുന്നത്. അവന്റെ സ്വബോധത്തെ മൂടി മൃഗീയമായ രീതിയിലേക്ക് മദ്യത്തിലൂടെ അവൻ എത്തുകയാണ്. അതിന് എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഒന്നിച്ച് യാത്ര ചെയ്ത യാത്രക്കാർ ഇടുക്കിയിൽ വെച്ചുകൊണ്ട് മദ്യപിച്ച് പിന്നീട് തന്റെ കൂട്ടുകാരനെ അടിപിടിയുണ്ടാക്കി അവന്റെ ശരീരത്തിലൂടെ വണ്ടി കയറ്റുകയായിരുന്നു എന്ന് നാം വായിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്തണം. ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നത് മദ്യമാണ്. നിങ്ങൾക്കൊരു പട്ടാളക്കാരനാകണമെങ്കിൽ, നിങ്ങൾക്കൊരു ഡോക്ടറാകണമെങ്കിൽ, നിങ്ങൾക്കൊരു പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാകണമെങ്കിൽ നിങ്ങൾക്ക് മദ്യം കഴിച്ചാൽ നിങ്ങൾക്ക് ഓടാൻ കഴിയില്ല.
നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ ചോദ്യങ്ങൾക്ക് വരുന്ന ഉത്തരങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയില്ല, പൊന്നുമക്കളെ തിരിച്ചറിയാൻ കഴിയില്ല, സമൂഹത്തെ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മെ നാമാക്കിയ നമ്മെ ആരൊക്കെയുണ്ടോ അവരെയും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് മദ്യത്തിലൂടെ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യം സ്നേഹത്തിന്റെ രാജ്യമാകണം, മൈത്രിയുടെ രാജ്യമാകണം, സൗഹൃദത്തിന്റെ രാജ്യമാകണം. ഇതിനൊക്കെ തടസ്സമുണ്ടാകുന്നത് ലഹരിയാണ്. കേരള മദ്യനിരോധന സമിതി പെരിന്തൽമണ്ണ താലൂക്ക് പ്രസിഡന്റ് റവറൻ ഫാദർ ഡോക്ടർ വിക്ടർ ജെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞികൃഷ്ണൻ, ആലിപ്പറമ്പ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ ബഷീർ, ആരമങ്ങാട് എടത്തറ മഹല്ല് പ്രസിഡന്റ് KM ഉബൈദ്, DCC അംഗം TP മോഹൻദാസ്, ജാഥ ക്യാപ്റ്റന്മാരായ ഉമ്മർ മഞ്ചേരി, നിഷാദ് മാപ്പള്ളി, സമിതി പെരിന്തൽമണ്ണ താലൂക്ക് വൈസ് പ്രസിഡന്റ് സലാം മാസ്റ്റർ കൊളത്തൂർ, സെക്രട്ടറി ഫസൽ തിരൂർക്കാട്, ജോയിന്റ് സെക്രട്ടറി സത്താർ ആരമങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു. ആരമങ്ങാട് ടൗൺ ജുമാ മസ്ജിദ് ഗത്തീം റഹീം ഫൈസി, N പീതാംബരൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PM ഷംസാദ് അലി, ഇയാച്ചേരി പത്മിനി ടീച്ചർ, സുനിത ചെട്ടിപ്പടി, അഷ്റഫ് കട്ടുപാറ, ഹംസ മാനത്തുമംഗലം തുടങ്ങിയവർ പങ്കെടുത്തു. 15-ന് പൊന്നാനിയിൽ സമാപിക്കും. സിനിമാ താരങ്ങളെയും സ്പോർട്സ് താരങ്ങളെയും ഇറക്കിക്കൊണ്ട് വായിൽ കൊള്ളാത്ത വാഗ്ദാനങ്ങൾ നൽകി നമ്മളെ പറഞ്ഞു പറ്റിച്ച അധികാരത്തിൽ വന്ന സർക്കാർ വളരെ കൃത്യതയോടും അച്ചടക്കത്തോടും മതസഹിഷ്ണുതയോടും കൂടെ ജീവിക്കുന്ന മലപ്പുറം ജില്ലയിൽ പോലും ഇന്ന് 32 ബാറുകളാണ് 5 വർഷം അവസാനിക്കുമ്പോൾ അവർ സമ്മാനിച്ചിട്ടുള്ളത്. ഒരു ബാർ മാത്രമുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ, സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയിൽ, സാമൂഹിക സാംസ്കാരിക സാമ്പത്തികമായി കേരളത്തിൽ നിന്നല്ല ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ മഹത്തരമായ ജില്ലയിൽ എന്ത് അടിസ്ഥാനത്തിലാണ് 32ഓളം ബാറിനെ ഇവർ കുത്തി നിറച്ചിരിക്കുന്നത്? ഡോക്ടറാണെന്ന് വിശ്വസിപ്പിച്ച 68 ലക്ഷം രൂപ തട്ടിയ മണ്ണാർക്കാട് സ്വദേശി മുബീനയെ പാലക്കാട് ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് കാവിൽപ്പാട് പൂജാരിയെ താൻ ഡോക്ടറാണെന്നും മനുശ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ ഏക മകൾ ഡോക്ടർ നിഖിത ബ്രഹ്മദത്തനാണെന്നും മനുശ്ശേരി മനയിലെ കോടികളുടെ അവകാശി ആണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. തറവാട്ടിൽ ആണവകാശികളില്ലാത്തതിനാൽ പൂജാരിയെ ദത്തെടുക്കുവാൻ തയ്യാറാണെന്ന് വിശ്വസിപ്പിച്ച് ദത്തെടുത്തതായി സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി നൽകി. 1 വർഷത്തോളം പൂജാരിയുമായി സൗഹൃദം തുടർന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തി മുബീന ഡോക്ടറുടെ വേഷം ധരിച്ച് സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ ആണെന്ന് പൂജാരിയെ വിശ്വസിപ്പിച്ചു. തുടർന്ന് താൻ നിർമ്മിക്കുന്ന IVF ആശുപത്രിയിൽ പാർട്ണറാക്കാമെന്ന് പറഞ്ഞാണ് 68 ലക്ഷം രൂപ പലതവണയായി തട്ടിയെടുത്തത്. 2023 കേസെടുത്തതെങ്കിലും റുബീനയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വിവിധ ജില്ലകളിൽ പല പേരുകളിലും പല സ്ഥലത്തും ഒളിവിൽ കഴിയുകയായിരുന്ന റുബീനയെ കണ്ടെത്താൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചിരുന്നു. ഞായറാഴ്ച എറണാകുളത്തെ ഷോപ്പിംഗ് മാളിൽ നിന്നാണ് പ്രതി പിടിയിലായത്. ഇവരിൽ നിന്ന് 1 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തി. സഹായി കൂടെ താമസിച്ചിരുന്ന അമ്പലപ്പുഴ ശ്യാം സന്തോഷിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എറണാകുളത്തും പാലക്കാട് നോർത്ത് സ്റ്റേഷനിലും സമാനമായ പരാതികളുണ്ട്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ യുവാവ് ട്രെയിനിനടിയിൽപ്പെട്ട് മരിച്ചു. ഉത്തർപ്രദേശ് സ്വദേശി ഇക്ബാൽ ഖാനാണ് മരിച്ചത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. ഭാര്യയെയും മകനെയും ട്രെയിൻ കയറ്റിയ ശേഷം ലഗേജുകളും കയറ്റിയ ശേഷമാണ് അപകടമുണ്ടായത്. ട്രെയിൻ നീങ്ങിയ ശേഷം ഇയാൾ വീഴുന്നത് കണ്ട് കുടുംബം ബഹളം വയ്ക്കുകയും യാത്രക്കാർ ചെയിൻ വലിച്ച് ട്രെയിൻ നിർത്തുകയുമായിരുന്നു. S1 കമ്പാർട്ട്മെന്റിലാണ് ഭാര്യയെയും മകനെയും കയറ്റിവിട്ടത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. നൃത്ത ഇനങ്ങളാൽ വർണ്ണാഭമായി ഷൊർണൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ 2ാം ദിനം. വിവിധ ക്ലാസിക് നൃത്ത ഇനങ്ങളും ഗോത്രകലകളും 2ാം ദിവസം അരങ്ങേറി. രാത്രി വൈകിയാണ് കലാമത്സരങ്ങൾ സമാപിച്ചത്.
ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം മാരായമംഗലത്ത് പുരോഗമിക്കുകയാണ്. കലാമാമാങ്കത്തിന്റെ 2ാം ദിവസം വേദികളിൽ വർണ്ണം വിതറിയത് നൃത്ത ഇനങ്ങൾ തന്നെയാണ്. വേദി 1-ൽ രാവിലെ മുതൽ ആരംഭിച്ച LP, UP, HS, HSS വിഭാഗങ്ങളുടെ ഭരതനാട്യ മത്സരങ്ങൾ വൈകിട്ടാണ് സമാപിച്ചത്. തുടർന്ന് കുച്ചിപ്പുടി, നാടോടി നൃത്തം, സംഘനൃത്തം തുടങ്ങിയവയും അരങ്ങേറി. കാഴ്ചക്കാരുടെ വലിയ ഒഴുക്കാണ് നൃത്തവേദികളിൽ മാരായമംഗലത്ത് കാണാനായത്. ഗോത്രകലകളാൽ സമ്പന്നമായിരുന്നു ഉപജില്ലാ കലോത്സവത്തിന്റെ 4ാം വേദി. കഴിഞ്ഞ വർഷം കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ പണിയ നൃത്തം, മലപ്പുലയാട്ടം, ഇരുള നൃത്തം, മംഗളം കളി തുടങ്ങിയ ഗോത്രകലകൾ കലോത്സവ വേദിയെ കൂടുതൽ ആകർഷകമാക്കി. വിവിധ വേദികളിലായി കഥ പറയൽ, പദ്യം ചൊല്ലൽ, മോണോ ആക്ട്, മാപ്പിളപ്പാട്ട് തുടങ്ങിയ വിവിധ മത്സരങ്ങളും അരങ്ങേറി. 7 വേദികളിലായി 33 ഇനങ്ങളിൽ 800ഓളം മത്സരാർത്ഥികളാണ് 2ാം ദിവസം മാറ്റുരച്ചത്. ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനെത്തുന്നവരുടെ മനസ്സും വയറും നിറച്ച് KPSTA. വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് KPSTAയുടെ നേതൃത്വത്തിൽ 2ാം ദിവസവും മാരായമംഗലത്ത് ഒരുക്കിയത്. ഷൊർണൂർ ഉപജില്ലാ കലോത്സവം മാരായമംഗലത്ത് കെങ്കേമമാകുമ്പോൾ കലോത്സവത്തിന് എത്തുന്നവരുടെ മനസ്സും വയറും നിറച്ച് കയ്യടി നേടുകയാണ് അധ്യാപക സംഘടനയായ KPSTA. മാരായമംഗലം റംസ് കൺവെൻഷൻ സെന്ററിലാണ് ഇത്തവണ ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഊട്ടുപുര ഒരുക്കിയിരിക്കുന്നത്. ഒരേ സമയം നിരവധി പേർക്ക് തിരക്കില്ലാതെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള വിശാലമായ സൗകര്യമാണ് ഊട്ടുപുരയിൽ ഒരുക്കിയിരിക്കുന്നത്. കനത്ത ചൂടിൽ കലാപ്രതിഭകൾക്ക് ആശ്വാസമേകി ഫാൻ സൗകര്യത്തോടു കൂടിയ ഹാളാണ് ഊട്ടുപുരയിൽ ഒരുക്കിയിരിക്കുന്നത്. ആദ്യ ദിവസം വെജിറ്റബിൾ ബിരിയാണിയും 2ാം ദിവസം വിഭവസമൃദ്ധമായ ഉച്ചയൂണുമാണ് ഒരുക്കിയിരുന്നത്. ഭക്ഷണം വിളമ്പാനും മറ്റു സഹായങ്ങൾക്കുമായി സ്കൂളിലെ NSS, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വോളണ്ടിയർമാരും രക്ഷിതാക്കളും നാട്ടുകാരും കൂടെയുണ്ട്. വലിയ പിന്തുണയാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതെന്നും കലോത്സവ വേദിയിൽ എത്തുന്നവരുടെ വയറു നിറയ്ക്കാനായതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 4 ദിവസമാണ് ഈ കലോത്സവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 1ാം ദിവസം ഇന്നലെ ഏകദേശം 3000-ലധികം പേർക്ക് നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു. ഇന്നലെ വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. എല്ലാ കുട്ടികളും വളരെ ആസ്വദിച്ച് കഴിച്ചു. ഇന്ന് ഒട്ടും കുറയാതെ ഏകദേശം 2000-ഓളം വരുന്ന കുട്ടികൾക്ക് നല്ല അമ്പലപ്പായസം എന്ന് പറയുന്ന കഠിന മധുര പായസം കൂട്ടിയിട്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഏകദേശം ഒരു 3 മണി വരെ സ്റ്റാൾ അടയ്ക്കാതെ വളരെ ശക്തമായ രീതിയിൽ ഭക്ഷണ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലുള്ള സ്കൗട്ട് ഗൈഡ് കുട്ടികൾ, അതുപോലെ JRC, അതുപോലെ ഞങ്ങളുടെ KPSTA കുടുംബാംഗങ്ങൾ, NSS, JRC തുടങ്ങിയിട്ടുള്ള, അതുപോലെ ഈ സ്കൂളിലെ SMC, അതുപോലെ PTE എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഈ നാട്ടുകാർ എല്ലാവരുടെയും സഹകരണത്തോടെ വളരെ നല്ല രീതിയിൽ വിജയകരമായ രീതിയിൽ ഭക്ഷണ വിതരണം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുണ്ടോ ചോദിച്ചാൽ അത്യാവശ്യത്തിനുണ്ട്. അടിപൊളിയാണ്. ഇല്ലല്ല, ഞങ്ങളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ ചെയ്യലോ. ഇന്ന് ചോറ്, സാമ്പാർ, ഉപ്പേരി, പുളിയഞ്ചി, അച്ചാറ്, പായസം. ഞങ്ങൾ ആദ്യം കഴിച്ചു. ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇന്നലെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായി. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറും സാമ്പാറും ഉപ്പേരിയും
അതുപോലെ അച്ചാറ്, പുളിയഞ്ചി, പിന്നെ പായസമുണ്ട്. നാളെ പാലട പായസമൊക്കെ ഉൾപ്പെടുന്ന പിന്നെ വിഭവ സംബന്ധമായ സദ്യയാണ്. NSSൻ്റെ വളണ്ടിയേഴ്സാണ് ഈ പിന്നെ സബ് ജില്ലാ കലോത്സവത്തിൻ്റെ എല്ലാ മേഖലയിലും വളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിദ്യാലയങ്ങൾ തമ്മിലുള്ള മത്സരം തുടരുന്നു. മേള 3-ാം നാളിൽ വിവിധ വേദികളിലായി മത്സരങ്ങൾ നടന്നു. ബുധനാഴ്ച ജനപ്രിയ ഇനങ്ങളിൽ മത്സരങ്ങൾ അരങ്ങേറും. വന്ദേ ഭാരതം വന്ദേ ഭാരതം. കുട്ടൻ ഉണ്ണിക്കുട്ടൻ വികൃതികൾ കാട്ടി നടക്കുമ്പോൾ കുസൃതിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ വികൃതികൾ കാട്ടി നടക്കുമ്പോൾ മുറ്റത്തുള്ളൊരു മാവിൻ കുമ്പിൽ കണ്ടു കാക്കക്കൂടൊന്ന്. മുറ്റത്തുള്ളൊരു മാവിൻ കൊമ്പിൽ കണ്ടു കാക്കക്കൂടൊന്ന്. കല്ലു പെറുക്കിയെടുത്തവനൂക്കിൽ കാക്കക്കൂട്ടിലെറിഞ്ഞപ്പോൾ. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പട്ടാമ്പി ഉപജില്ലാ കലോത്സവം 2-ാം നാളിൽ രാത്രി വൈകിയാണ് കലാമത്സരങ്ങൾ അവസാനിച്ചത്. 3-ാം നാളിൽ 11 വേദികളിലായി മത്സരങ്ങൾ നടന്നു. ലളിതഗാനം, ദേശഭക്തിഗാനം, സംസ്കൃതോത്സവം, അറബിക് കലോത്സവം, അഭിനയഗാനം, പദ്യം ചൊല്ലൽ, കഥ പറയൽ, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലായിരുന്നു മത്സരം. കൂടുതൽ ജനപ്രിയ ഇനങ്ങൾ ബുധനാഴ്ച വേദിയിലെത്തും. കുച്ചിപ്പുടി, മോഹിനിയാട്ടം, കേരള നടനം, ബാൻഡ് മേളം, മാർഗംകളി, തിരുവാതിരക്കളി, നാടൻപാട്ട്, വഞ്ചിപ്പാട്ട്, ചവിട്ടുനാടകം, മോണോ ആക്ട്, കഥാപ്രസംഗം, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, നങ്ങ്യാർകൂത്ത്, സംഘഗാനം ഉൾപ്പെടെയുള്ള ഇനങ്ങളിൽ ബുധനാഴ്ച മത്സരങ്ങൾ നടക്കും. മേള 3 നാൾ പിന്നിടുമ്പോൾ സ്കൂളുകൾ തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. ആതിഥേയരായ കൊപ്പം സ്കൂൾ, നടുവട്ടം സ്കൂൾ, എടപ്പലം സ്കൂൾ, പരുതൂർ സ്കൂൾ, പെരുമൂടിയൂർ ഓറിയന്റൽ സ്കൂൾ എന്നിവ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മുന്നേറ്റം തുടരുകയാണ്. വ്യാഴാഴ്ച മേളയ്ക്ക് സമാപനമാകും. വെള്ളിയാഴ്ച പ്രീ പ്രൈമറി കലോത്സവവും നടക്കും. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പട്ടാമ്പി AEO KT സുമതി നിർവഹിച്ചു. അധ്യാപകരുടെ സ്വാഗതഗാനത്തോടെയായിരുന്നു ചടങ്ങ് തുടങ്ങിയത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ ജനപ്രതിനിധികളുടെ അഭാവത്തിലായിരുന്നു പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നത്. പട്ടാമ്പി AEO KT സുമതി മേള ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂൾ PTA പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷനായി. ബാലതാരം വസിഷ്ഠ മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ B സുരേഷ് കുമാർ, പ്രധാനാധ്യാപകൻ മുഹമ്മദ് ഇക്ബാൽ, BPC VP മനോജ്, BHSC പ്രിൻസിപ്പൽ T ഷാജി, ഷാജിദ്, ശ്രീലത, റഷീദ B, പ്രദീപ്, കലോത്സവ സംഘാടക സമിതി ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു. നമ്മുടെ കലയും അതുപോലെ തന്നെ സർഗാത്മക കഴിവുകളും മാറ്റിവെക്കുമ്പോൾ അതൊരു ആരോഗ്യകരമായ മത്സരമായി കണ്ടുകൊണ്ട് ഈ 4 ദിവസവും ഇനി നടക്കാൻ പോകുന്ന 4 ദിവസങ്ങളിലും എല്ലാവരും സഹകരിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ത് തരത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും അത് ഉടനെ തന്നെ അത് എല്ലാം നികത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സംഘടന നമ്മളുടെ ഇവിടെ തന്നെ ഉണ്ട്. അവരോട് പറഞ്ഞ് അത് കഴിയുന്ന വിധത്തിൽ പരിഹരിക്കാനുള്ള പ്രകോപനങ്ങളില്ലാതെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഇവിടെ കണ്ടെത്തുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കുട്ടികളെ അതിന് വേണ്ട സമയത്തിന്, കാരണം ഓരോ സ്റ്റേജിലും
രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും സമയത്തിന് എത്തിച്ചാൽ മാത്രമേ നമുക്ക് പറയുന്ന സമയത്തിന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് രാത്രിയോടുകൂടി നമ്മളെ വീട്ടിലേക്ക് മടങ്ങാൻ കഴിയും. ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് അവരുടെ വീട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും സഹകരിക്കണം. അതുപോലെ നമ്മുടെ ഈ പരിപാടി ഏറ്റവും ഭംഗിയാകുന്ന ഒരു വിജയമാക്കി തീർക്കാൻ എല്ലാവരുടെയും സഹായ. എനിക്ക് ഈ കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. ഞാനും ഇപ്രാവശ്യം അവിടുത്തെ ഒറ്റപ്പാലം സബ് ജില്ലാ കലോത്സവം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് അധികമൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ചാക്യാർകൂത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് കിട്ടിയിട്ടുണ്ട്. ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും. കുറേ നല്ല എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരുടെയും ഐറ്റങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. നല്ലൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റിയാണ് കലോത്സവം എന്ന് പറയുന്നത്. നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാനും അതുപോലെ നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും ഒരുവിധം ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് കലോത്സവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പങ്കെടുക്കുക. ജയം തോൽവിയിൽ നിന്നല്ല, ഈ എക്സ്പീരിയൻസ് അത് നല്ല എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പാലക്കാട് നടന്ന സംസ്ഥാന പ്രവൃത്തി പരിചയ മേളയിൽ ഒന്നാം സ്ഥാനത്തിൻ്റെ പൊൻതിളക്കവുമായി ഒറ്റപ്പാലം പഴയ ലക്കിടിയിലെ സഹോദരിമാർ. കുന്നപ്പുള്ളി ഫൈസൽ സാജിദ ദമ്പതികളുടെ മക്കളായ അറഫ ഫാബിലും അമീറ മർവയുമാണ് വെജിറ്റബിൾ ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തോടെ ഇരട്ടി മധുരം നേടിയത്. ഇരട്ട മധുരം വീട്ടിലേക്ക് എത്തിച്ച മിടുക്കികളാണ് ഈ സഹോദരിമാർ. ഒറ്റപ്പാലം പഴയ ലക്കിടി കുന്നപ്പുള്ളി വീട്ടിൽ ഫൈസൽ സാജിദ ദമ്പതികളുടെ മക്കളായ അറഫ ഫാബിലയും അമീറ മർവയുമാണ് പാലക്കാട് നടന്ന ശാസ്ത്രമേളയിലെ പ്രവൃത്തി പരിചയ വിഭാഗത്തിൽ വെജിറ്റബിൾ ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയത്. പത്തിരിപ്പാല GVHS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അറഫ ഫാബില HS വിഭാഗത്തിലും ഇതേ സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയായ അമീറ മർവ HSS വിഭാഗത്തിലുമാണ് ഒന്നാം സ്ഥാനം നേടിയത്. 3 മണിക്കൂർ കൊണ്ട് 2.10 മീറ്റർ നീളവും 1.20 മീറ്റർ വീതിയും ഉള്ള ബെഡ്ഷീറ്റിലും 5.5 മീറ്ററോളമുള്ള സാരിയിലും വെജിറ്റബിൾ ഉപയോഗിച്ച് ഫാബ്രിക് പെയിൻറ്റിംഗ് ചെയ്താണ് അറഫ ഒന്നാം സ്ഥാനം നേടിയത്. 3 മണിക്കൂർ കൊണ്ട് തന്നെ ബെഡ്ഷീറ്റിലും സാരിയിലും പില്ലോയിലും പെയിൻറ്റിംഗ് ചെയ്താണ് അമീറയുടെ വിജയം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉപയോഗിച്ചായിരുന്നു ഇവരുടെ പെയിൻറ്റിംഗ്. 3 മാസത്തെ കഠിന പ്രയത്നത്തിനൊടുവിലാണ് അറഫ സംസ്ഥാന തലത്തിലേക്ക് എത്തിയത്. ഒന്നാം സ്ഥാനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഇരുവരും പറഞ്ഞു. ഇത് 3ാമത്തെ തവണ ഞാൻ പോകണം. അതുവരെ എനിക്ക് സ്റ്റേറ്റ് 3rd കിട്ടിയിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റ് കിട്ടുന്നത്. അതിന് ഭയങ്കര സന്തോഷമുണ്ട്. ടെൻഷൻ എനിക്ക് എല്ലാ പ്രാവശ്യവും ഉണ്ട് സ്വാഭാവികമായിട്ട്. അതുപോലെ ഞങ്ങൾ രണ്ടാൾക്കും ഒരുപോലെ കിട്ടിയപ്പോൾ ഇരട്ടി മധുരം പോലെ അതിനേക്കാൾ ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരുടെയും എല്ലാവരുടെയും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ 3 മാസം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നത്. 3 മാസം കൊണ്ട് ഇതെല്ലാം ചെയ്ത് ജില്ലയും കടന്ന് സ്റ്റേറ്റിൽ എത്തി. റിസൾട്ട് വരാൻ കുറേ ലേറ്റായി. വന്നപ്പോൾ നല്ല സമാധാനം ഉണ്ടായിരുന്നു, നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ആരും പ്രതീക്ഷിച്ചില്ല. നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഇത് വന്നപ്പോൾ, റിസൾട്ട് വന്നപ്പോൾ. അധ്യാപികയായ ഉമ്മ സാജിദയുടെ ശിക്ഷണത്തിലാണ് ഇരുവരും ഒന്നാം സ്ഥാനം നേടിയത്. എല്ലാ സഹായത്തിനും ഉപ്പ ഫൈസലും കട്ടയ്ക്ക് കൂടെയുണ്ടായിരുന്നു. മക്കളുടെ ഇരട്ട നേട്ടത്തിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ഫൈസലും സാജിദയും പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിനനുസരിച്ച് എൻ്റെ സ്കൂളിലെ കുട്ടികൾക്കും ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠിക്കാറ്. അപ്പോൾ എൻ്റെ സ്കൂളിൽ തന്നെയാണ് കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മുമ്പ് LPയിൽ. അന്ന് മുതൽ ഞാൻ പരിശീലനം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർക്ക് ഇത് പഠിച്ചത്. പക്ഷേ ഇപ്രാവശ്യം വളരെ അഭിമാനം തോന്നുന്നു. കാരണം 2 പേരും വെജിറ്റബിൾ പ്രിൻറ്റിങ്ങിൽ ഫസ്റ്റാണ്, സ്റ്റേറ്റ് ഫസ്റ്റാണ്. അത് അത്രയും കഠിനാധ്വാനമാണ് അതിൻ്റെ പിന്നിലുള്ളത്. ഇളയ മകൻ അമീർ ഹംസയും വെജിറ്റബിൾ ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ മിടുക്കനാണ്. ഉപജില്ലയിൽ പ്രവൃത്തി പരിചയമേളയിൽ വെജിറ്റബിൾ ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ 2ാം സ്ഥാനവും അമീർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഗ്രാമനിലാവ് പദ്ധതിയിൽ ലോമാസ്റ്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നജീബ് കാന്തപുരം MLAയോട് 90 വയസ്സുള്ള വയോധികന്റെ കുസൃതി. നജീബ് കാന്തപുരം തെരഞ്ഞെടുപ്പിന് ജയിച്ചാൽ പൊട്ടിക്കാൻ കരുതി വച്ചതിൽ ബാക്കിയുള്ള പടക്കം പൊട്ടിച്ച ശേഷമാണ് MLAയെ ലോമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്യാൻ അനുവദിച്ചത്. ആലിപ്പറമ്പ് പാറക്കണ്ണിയിൽ കഴിഞ്ഞ ദിവസമാണ് കൗതുകകരമായ സംഭവമുണ്ടായത്.
ഗ്രാമനിലവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പാറക്കണ്ണി കരിങ്കറ മദ്രസയ്ക്ക് സമീപം സ്ഥാപിച്ച ലോമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു നജീബ് കാന്തപുരം MLA. അവിടെ എത്തിയ വയോധികനായ 90 വയസ്സുള്ള മുഹമ്മദ് കുട്ടിക്ക നജീബ് കാന്തപുരം MLAയെ അത്ഭുതപ്പെടുത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന ദിവസം മുഹമ്മദ് കുട്ടിക്ക പടക്കം വാങ്ങിവെച്ചിരുന്നു. പടക്കം പൊട്ടിച്ചതിൽ ബാക്കി മുഹമ്മദ് കുട്ടിക്ക ഇപ്പോഴും വീട്ടിൽ കരുതി വെച്ചിരുന്നു. ലോമാസ്റ്റ് ലൈറ്റ് പടക്കം പൊട്ടിച്ചതിനു ശേഷം ഉദ്ഘാടനം ചെയ്താൽ മതിയെന്ന് മുഹമ്മദ് കുട്ടിക്ക ആവശ്യപ്പെട്ടു. തൊട്ടടുത്ത വീട്ടിൽ പോയി അദ്ദേഹം പടക്കവുമായി വരികയും പൊട്ടിക്കുകയും ചെയ്തു. ജയിച്ചന്ന് കൊണ്ടുവന്നതാണ്. ഒന്ന് പൊട്ടിച്ചിട്ട് കുട്ടികൾ കഴിയാന്നൊക്കെ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് വാങ്ങിവെച്ച പടക്കമാണിതെന്ന് മുഹമ്മദ് കുട്ടിക്ക പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ദിവസം മുതൽ അദ്ദേഹം വീട്ടിൽ വെച്ച് പടക്കം പൊട്ടിക്കുമായിരുന്നു അത്രേ. പിന്നീട് ചില വിശേഷ ദിവസങ്ങളിലും MLAയെ കുറിച്ച് എന്തെങ്കിലും വിശേഷങ്ങൾ കേൾക്കുമ്പോഴും ഇടയ്ക്ക് വീട്ടിൽ വെച്ച പടക്കമെടുത്ത് പൊട്ടിക്കാറുണ്ടായിരുന്നത്രേ. ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തിന്റെ കാഠിന്യം നേരിടേണ്ടി വന്ന പെരിന്തൽമണ്ണയിലുള്ള അസം സ്വദേശി 7ാം ക്ലാസ്സുകാരൻ തവസുൽ ഹുസൈന് ധൈര്യം പകർന്നും പിന്തുണ നൽകിയും നിരവധി പേർ രംഗത്ത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷഫീഖ് റഹ്മാൻ ഹുദവിയും കൂട്ടുകാരും ഹുസൈൻ്റെ വീട്ടിൽ സ്നേഹ സന്ദർശനം നടത്തി സഹായങ്ങൾ നൽകി. ഉമ്മയുടെ ചികിത്സയ്ക്കും കുടുംബത്തിന്റെ ചെലവിനുമായി സ്കൂൾ വിട്ട ശേഷം ചായ വിൽപ്പന നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് 7ാം ക്ലാസ്സുകാരൻ തഫസുൽ ഹുസൈൻ. ഈ ബാലന്റെ ഹൃദയഭേദകമായ കഥ വാർത്തകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞ സംഘടനകളും വ്യക്തികളും സഹായിച്ചും പിന്തുണയുമായും രംഗത്തു വന്നു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷഫീഖ് റഹ്മാൻ ഹുദവിയും കൂട്ടുകാരും ഹുസൈൻ്റെ വീട്ടിൽ സ്നേഹ സന്ദർശനം നടത്തി. ഹുസൈൻ്റെ വീട്ടിലേക്ക് ആവശ്യ സാധനങ്ങളും ഉമ്മയുടെ ചികിത്സയ്ക്കാവശ്യമായ തുകയും റഹ്മാനി കൂട്ടായ്മ കൈമാറി. ഹുസൈനോടും ഉമ്മയോടും വീട്ടിലെ സാഹചര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ആശ്വാസവാക്കുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. റഹ്മാനി ഫാമിലിയോടൊപ്പം ഹുസൈൻ പെരിന്തൽമണ്ണയിലെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും ചെയ്തു. തൻ്റെ ഇഷ്ടഭക്ഷണവും കഴിച്ചു. ഹുസൈൻ്റെ ഉമ്മയ്ക്കും കുഞ്ഞനിയനും ആവശ്യമായ വസ്ത്രവും കൂട്ടുകാർക്കായി കളിക്കാനായി കളിപ്പാട്ടങ്ങളും റഹ്മാനി ഫാമിലി വാങ്ങിക്കൊടുത്തു. യാത്രയിലുടനീളം അവൻ തൻ്റെ ഉപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളും പങ്കുവച്ചു. ഉപ്പയിൽ നിന്ന് മലയാള ഭാഷ നന്നായി പഠിച്ചു. ഉപ്പയുടെ മരണശേഷം കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഹുസൈൻ തന്നെയാണ് ഏറ്റെടുത്തത്. ഭാവിയിൽ വലിയൊരു ബിസിനസ്സുകാരനായി വളരാനും കേരളത്തിൽ തന്നെ തുടരാനുമാണ് തഫസുൽ ഹുസൈൻ്റെ ആഗ്രഹം. തൻ്റെ സ്വപ്നങ്ങളെയും ജീവിത പാഠങ്ങളെയും പങ്കുവച്ച ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതകഥ എല്ലാവർക്കും പ്രചോദനമാണ്. മാതൃകാപരമായ സാമൂഹ്യ സേവനമാണ് റഹ്മാനി ഫാമിലി നടത്തിയത്. ഇൻഫ്ലുവൻസർ ഷഫീഖ് റഹ്മാൻ ഹുദവിയുടെ കൂടെ ഫാഹിദ് ഹുസൈൻ ഹുദവി, അജ്മൽ ഹുദവി, ഫാരിസ് ഹുദവി, അഗ്നസ് ഹുദവി, ഷമീം ഹുദവി എന്നിവരും ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. KSSP ഒറ്റപ്പാലം നിയോജക മണ്ഡലം സമ്മേളനം കടമ്പഴിപ്പുറത്ത് നടന്നു. സൂര്യ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ബാലൻ ഉദ്ഘാടനം ചെയ്തു. 2024 ജൂലൈ 1 മുതൽ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നും 191 മാസത്തെ DR കുടിശ്ശിക അനുവദിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതിന്റെ പ്രകാശപൂരിതമായിട്ടുള്ള ദീപം തെളിയിച്ച പോലെ തന്നെയാണ് വളരെ പ്രകാശപൂരിതമായ ഈ ഓഡിറ്റോറിയം KSSPയുടെ പ്രവർത്തനം കൊണ്ട് നിറഞ്ഞ് കാണുമ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നുന്നു. നല്ല സമയമാണ്, സംശയില്ല, നല്ല സമയമാണ്. നമുക്കറിയാം എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ കുറേ മണ്ഡലങ്ങളും നിയോജകമണ്ഡലം ഇന്നലെ മണ്ണാർക്കാടായിരുന്നു, അതിൻ്റെ 2 ദിവസം ഷൊർണൂരായിരുന്നു. അതിൻ്റെ പ്രസിഡന്റ് KP മോഹൻകുമാർ അധ്യക്ഷനായി. KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, M പോൾ, KK ശൈലജ, VD മണികണ്ഠൻ, സുരേഷ് തെങ്ങിൻതോട്ടം, P ഗിരീശൻ, ഓമന ഉണ്ണി, A ജ്ഞാനാംബിക, S മായ, PG ദേവരാജൻ, NM ഉമേഷ്, K ശിവദാസൻ, PK അബ്ദു എന്നിവർ പങ്കെടുത്തു. പുതിയ ഭാരവാഹികളായി KP മോഹൻകുമാർ പ്രസിഡന്റ്, VD മണികണ്ഠൻ സെക്രട്ടറി, രാമചന്ദ്രൻ KV ട്രഷറർ,
വനിതാ ഫോറം പ്രസിഡന്റ് ജ്ഞാനാംബിക, എസ് മായ സെക്രട്ടറി എന്നിവരെയും തിരഞ്ഞെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി കടമ്പഴിപ്പുറം ബസ് സ്റ്റാൻഡ് മുതൽ സൂര്യ കല്യാണ മണ്ഡപം വരെ പ്രകടനവും നടന്നു. കല്ലടിക്കോട് സമന്വയ കലാ സാംസ്കാരിക വേദിയുടെ 1ാം വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കെ പി നന്ദകുമാർ മുഖ്യാതിഥിയായി. കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ അതിഥികളെ ആദരിച്ചു. ട്രഷറർ കെ എസ് സുധീർ, അന്തരിച്ച സമന്വയ വൈസ് പ്രസിഡന്റ് ചന്ദ്രികാബായ് അനുസ്മരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി, ടി കെ ബിന്ദു, പി എം ബൽക്കീസ്, സമന്വയ സെക്രട്ടറി വി പി ജയരാജൻ, വൈസ് പ്രസിഡന്റ് സി പി കോമളവല്ലി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അഡ്വക്കേറ്റ് മീനാക്ഷി പ്രദീപിന്റെ മോഹിനിയാട്ടം, വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു. 75 വയസ്സുള്ള വയോധികയുടെ വയറ്റിൽ നിന്നും 3.5 കിലോഗ്രാം തൂക്കം വരുന്ന മുഴ നീക്കം ചെയ്തു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലാണ് സങ്കീർണമായ ഈ ശസ്ത്രക്രിയ നടന്നത്. വയറ്റിൽ ഗ്യാസിന്റെ പ്രശ്നങ്ങളുമായി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെത്തിയ വയോധികയ്ക്ക് സ്കാനിങ്ങിലൂടെ 21 സെന്റിമീറ്റർ നീളവും 20 സെന്റിമീറ്റർ വീതിയുമുള്ള മുഴയുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. പ്രഷറും പ്രമേഹവും ശ്വാസം മുട്ടലുമുള്ള രോഗിക്ക് അനസ്തീഷ്യ വെല്ലുവിളിയായിരുന്നു. ഗൈനക്കോളജി വിഭാഗത്തിലെയും അനസ്തീഷ്യ വിഭാഗം ഡോക്ടർമാരായ റൌഫ്, സലീന, രഞ്ജിത എന്നിവരും നഴ്സിംഗ് ഓഫീസർമാരായ സൗമ്യ, ഉമ്മുൽ ഹൈറ, നാസിഫ് എന്നിവരും നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ചെർപ്പളശ്ശേരി നഗരസഭയിൽ പുതുമുഖങ്ങളെ അണിനിരത്തി ഭരണം നിലനിർത്താൻ CPM. കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്നും വീണ്ടും മത്സര രംഗത്തുള്ളത് 3 പേർ. സ്ഥാനാർത്ഥികളെ 14-ന് ചേരുന്ന LDF മുനിസിപ്പൽ കൺവെൻഷനിൽ പ്രഖ്യാപിക്കും. മലനല്ലൂർ കാട്ടുകുളം മില്ലുംപടി ഭാഗത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ. സ്ഥലത്ത് കൃത്യമായ പരിശോധന നടത്തണമെന്ന് ലീഗ് നേതാവ് റഷീദ് ആലായൻ. കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിക്കാതെ വനം വകുപ്പ്. ഡോക്ടർ ചമഞ്ഞ് 45 ലക്ഷം രൂപ തട്ടിയ കേസ്. മണ്ണാർക്കാട് കുമരമ്പത്തൂർ സ്വദേശി മുബീന അറസ്റ്റിൽ. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. പട്ടാമ്പിയിൽ യുവാവ് ട്രെയിനിനടിയിൽപ്പെട്ട് മരിച്ചു. ഉത്തർപ്രദേശ് സ്വദേശി ഇക്ബാൽ ഖാനാണ് മരിച്ചത്. അപകടം ഭാര്യയെയും മകനെയും യാത്രയാക്കി ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നതിനിടെ. ഷൊർണൂർ ഉപജില്ലാ കലോത്സവം മാരായമംഗലത്ത് തുടരുന്നു. 2ാം ദിവസവും നടന മനോഹരം. കലയുടെ നിറച്ചാർത്ത് സമ്മാനിച്ച് പട്ടാമ്പി ഉപജില്ലാ കലോത്സവം കൊപ്പത്ത് 3 നാൾ പിന്നിട്ടു.